എറണാകുളം ചേന്ദമംഗലം കൊലപാതക കേസിലെ കുറ്റപത്രം ഇന്നാണ് സമർപ്പിക്കുക. സംഭവം നടന്ന് 30 ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുന്നു. പേരപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനിഷ എന്നിവരെയാണ് അയൽവാസിയായ ഋതു ജയൻ വീട്ടിൽ കയറി ഇരുമ്പ് വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വളരെ മൃഗീയമായ കൊലപാതകമാണ് അവിടെ അരങ്ങേറിയത്. മനുഷ്യ മനസാക്ഷി മരവിക്കുന്ന മറ്റൊരു സംഭവം, മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത കൂട്ടക്കൊലപാതകം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. യഥാർത്ഥത്തിൽ ഈ കക്ഷികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് എൻ്റെ സംശയം. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ചേന്ദമംഗലത്തെ കൂട്ടക്കൊല എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിച്ച നടുക്കുന്ന സംഭവമായിരുന്നു. അതിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ ഋതു ഈ മരിച്ച ആളുകളുടെ അയൽവാസിയാണ്. ഋതു ആണ് ഇതിൽ ഏക പ്രതി. കഴിഞ്ഞ മാസം 15-നായിരുന്നു ഈ യുവാവ് അയൽവീട്ടിൽ അതിക്രമിച്ചു കയറി 3 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. വേണു, ഭാര്യ ഉഷ, മകൾ വിനിഷ എന്നിവരെയാണ് ഈ പ്രതി തലക്കടിച്ച് കൊലപ്പെടുത്തുകയുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വിനിഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ ഋതുവിന് മാനസിക പ്രശ്നങ്ങളോ മറ്റോ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇയാൾ ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. 100-ലധികം സാക്ഷികളും 50ഓളം അനുബന്ധ തെളിവുകളും ഉൾപ്പെടുത്തിയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഈ പാലക്കാട്ടെ ചെന്താമര ചെയ്തതിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ക്രൂരമായ കൊലപാതകമാണ് ഈ പറവൂരിൽ നടന്നത്. കുറ്റപത്രം അയാൾക്ക് ഭാവിയിലേക്കുള്ള ശിക്ഷ, കനത്ത ശിക്ഷ കിട്ടുന്നതിന് തക്കതാകട്ടെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പോലീസ് ആ രീതിയിൽ തന്നെയാണ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്.